ഇന്ന് ഒരുപാട് ആളുകളാണ് നമ്മൾ ക്രിയാറ്റിനിൻ പ്രോബ്ലം ആയിട്ട് ക്രിയാറ്റിൻ കൂടുതലാണ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിമം ഒരു ദിവസം എനിക്കൊരു 10 കോളെങ്കിലും വരാറുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ചാനലിൽ ക്രിയാറ്റിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പല ആളുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ക്രിയാറ്റിൻ കൂടുതലാണ്, എന്താ ചെയ്യേണ്ടത്? ഒരുപാട് വർഷങ്ങളായിട്ട് ഷുഗറുള്ള ആളുകളാണ്, പ്രഷറുള്ള ആളുകളാണ്, ഇപ്പോൾ ക്രിയാറ്റിൻ കൂടി വരികയാണ്, CKD അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് ആണ് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, മെഡിസിൻ അതിൽ നമ്മൾ ക്രിയാറ്റിനെ കുറിച്ച് പറഞ്ഞു, അത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഒരു ഡയറ്റ്, അതായത് ക്രിയാറ്റിൻ കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ്, അവർ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്ററായിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് കിഡ്നി പേഷ്യൻസ്, അതായത് ക്രിയാറ്റിനിൻ കൂടുതലായി നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നോർമൽ റേഞ്ചൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. 0.6 മുതൽ 1.2 വരെയാണ് ക്രിയാറ്റിൻ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ആവാം. അതായത് ഒരു 1.3 വരെ 1.4 വരെയൊക്കെ നമുക്ക് കാക്കാം. പക്ഷെ കഴിയുന്നതും ഒരു 1.2-ൻ്റെ ഉള്ളിൽ തന്നെ അത് ലിമിറ്റ് ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. 1.3 ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 1.4 1.5 എന്ന് പറഞ്ഞ് കൂടുതലായിട്ട് അങ്ങ് പോകുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് കാണാറ്. പിന്നെ ഒരു 2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടി പോകുന്നതാണ്. അപ്പോൾ അത് സാരമില്ല, ക്രിയാറ്റിനിൻ കുറച്ച് കൂടി നിൽക്കുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് അഡ്വൈസ് എടുത്ത് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് 1.3-ൽ കണ്ടതാണ്, പിന്നെ ഡോക്ടറെ കാണിച്ചു, അപ്പോൾ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, കുറച്ചല്ലേ കൂടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ കൂടി പോയി പിന്നെ ഒരു 5 or 6 ഒക്കെ എത്തുമ്പോൾ ഇനി എന്താ ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ നമ്മളോട് അന്വേഷിക്കുന്ന ആളുകൾ ഇന്ന് ഒരുപാടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരൊന്ന് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇതൊന്നും കൂടി പോകേണ്ട ഒരു കാര്യമല്ല. ഇതൊന്നും ഒരിക്കൽ പോലും നമ്മൾ കൂടുതലായി പോവാൻ നമ്മൾ അത് അനുവദിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ മെഡിക്കേഷൻ എടുക്കണം. ക്രിയാറ്റിൻ കൂടി പോകരുത്, അത് കിഡ്നി ഫെയിലറിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ BP കൂടാനും, BP എത്ര നമ്മൾ നിയന്ത്രിച്ചാലും അത് ഒരു നോർമൽ റേഞ്ചിൽ നിൽക്കാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഈ ക്രിയാറ്റിനിൻ കൂടിയ ആളുകളിൽ. അപ്പോൾ അതെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് കൊണ്ട് മുന്നിലേക്ക് പോവുക. ഒരിക്കലും ക്രിയാറ്റിനിൻ കൂടി പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ രീതിയിൽ കൂടി വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ വെറും ഡയറ്റ് മാത്രം നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് അബദ്ധമാവുകയുള്ളൂ. ഒരു ഡോക്ടറെ കണ്ട് അവരുടെ ആ ഒരു മെഡിക്കേഷൻ, അവരുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങിയതിൻ്റെ ശേഷം ഒരു 15 days കഴിഞ്ഞിട്ട് ഒന്നും കൂടി ക്രിയാറ്റിൻ നമ്മൾ ചെക്ക് ചെയ്യുക. അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നേരിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ ഡയറ്റ് കുറച്ച് ദിവസം കൂടി നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം ഈ ഒരു ക്രിയാറ്റിൻ വാല്യൂവിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, എപ്പോഴും ക്രിയാറ്റിനിൻ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ കുറയ്ക്കുക എന്നുള്ളത്. നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അംശം കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രോട്ടീൻ 2 തരത്തിലുണ്ട്. അതായത് അനിമൽ പ്രോട്ടീൻസ്, മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീനും, അതുപോലെ വെജിറ്റബിൾ പ്രോട്ടീനും, സസ്യാഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീനും. അനിമൽ പ്രോട്ടീനാണ് കൂടുതലായിട്ട് നമ്മൾ കുറയ്ക്കേണ്ടത്. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നിർത്തിയാൽ പോരാ, അത് കട്ട് ചെയ്യുക തന്നെ വേണം. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. അനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിൽ റെഡ് മീറ്റ് ആണ്, ചുവന്ന മാംസം എന്ന് പറയുന്ന ബീഫ്, മട്ടൺ, പോർക്ക്, ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ സോഴ്സ് ഉള്ളതാണ്. അപ്പോൾ ആ 3 സാധനങ്ങളും ഒഴിവാക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന്. പിന്നെ മുട്ടയും നമുക്കറിയാലോ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ സോഴ്സാണ്. മുട്ടയുടെ വെള്ളയാണ് പ്രധാനമായിട്ടും പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അത് കാരണം മുട്ടയുടെ വെള്ള ഒഴിവാക്കാം. മുട്ടയുടെ വെള്ള മാത്രം ഒഴിവാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ആ മഞ്ഞക്കരു മാത്രം കഴിക്കുന്നതായിട്ടുള്ള ആളുകൾ പൊതുവെ കുറവാണ്. നേരെ തിരിച്ചുണ്ടാവാം, മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള കഴിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഒരു മുട്ട എന്ന് പറയുമ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ദിവസം നമുക്കൊന്ന് ഈ ഒരു ഡയറ്റ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് മീനിൻ്റെ കാര്യങ്ങളും. അപ്പോൾ നോൺ വെജ് പൊതുവെ കട്ട് ചെയ്യുക നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഉപ്പ്.
ഉപ്പിന്റെ അംശം കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രഷർ കൂടാനും അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി അതിനെ അരിച്ച് പുറത്തേക്ക് കളയാനുള്ള ഒരു ഇപ്പോൾ ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കിഡ്നി ഫങ്ഷൻ കുറയുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉപ്പിന്റെ അംശം, ഉപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഉപ്പ്, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഉപ്പ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ കൂടുതലായിട്ട്, അതായത് 0.6 മുതൽ 0.8 ഗ്രാം നമ്മുടെ ബോഡി വെയ്റ്റിന്റെ വെച്ചിട്ടാണ് അത് പറയുക. അപ്പോൾ അത്ര മാത്രമേ നമ്മുടെ ഉപ്പ് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ആവശ്യമുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല നമ്മൾ എത്ര ഉപ്പ് കഴിക്കുന്നുണ്ട്, അതുപോലെ ഒരു അസുഖമുള്ള ഒരാൾ എത്ര ഉപ്പ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഒട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഉപ്പ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് ഈ ആർട്ടിഫിഷ്യൽ ഫുഡിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇടാൻ നമുക്ക് ഉപ്പ് കുറയ്ക്കാനും എല്ലാം നമ്മൾ ശ്രമിക്കും. പക്ഷെ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണമാവുമ്പോൾ ബേക്കറി സാധനങ്ങളായാലും അതുപോലെ ബ്രെഡ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ എല്ലാ സാധനത്തിലായാലും അതുപോലെ ഈ ഉപ്പ് ഇട്ട് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണം കേടുവരാതിരിക്കാൻ ഉപ്പ് ഉപയോഗിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ടല്ലോ, അതെല്ലാത്തിലും ഉപ്പിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ വേണ്ടതിനെക്കാട്ടിലും വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കിഡ്നിക്ക് ആ ഉപ്പിനെ പുറന്തള്ളാനുള്ള ആ ഒരു ശേഷി കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉപ്പിന്റെ അംശം കൂടി വരികയും അതിന്റെ കാരണം കൊണ്ട് തന്നെ കാലിൽ നീര് വരിക, മുഖത്ത് നീര് വരുന്നത് പോലെയുള്ള ഒരു അവസ്ഥ കാണുക, അതുപോലെ BP കൂടുതലായിട്ട് നിൽക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഉപ്പ് കൂടുതലായിട്ട് കഴിക്കുന്നതിനെ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഉപ്പ് പ്രധാനമായിട്ടും നന്നായിട്ട് കുറയ്ക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ പാലും തൈരും ക്രിയാറ്റിനിൻ കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ പാലും തൈരും കട്ട് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ്. പാല് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ആളുകൾ പാലൊഴിച്ച് ചായ കുടിക്കും, അതിൽ വളരെ കുറച്ച് പാലല്ലേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയും. പക്ഷെ അത് ശരിയുള്ള കാര്യമല്ല. ഒന്നാമത് ചായയും കാപ്പിയും തന്നെ ക്രിയാറ്റിൻ കൂട്ടുന്ന സാധനമാണ്. നമ്മുടെ ശരീരത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷാംശമാണ് നമ്മൾ ഈ ചായയും കാപ്പിയും ഉപയോഗിക്കുന്നതിൽ കൂടെ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ രീതിയിലൊക്കെ ചായയും കാപ്പിയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് അത്യാവശ്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ, കട്ടൻ ചായ, കട്ടൻ കാപ്പി അത് ഉപയോഗിക്കാൻ നോക്കുക. ചായയിൽ ഒരിക്കലും പാലൊഴിച്ച് കഴിക്കരുത്. അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ കൂടും. അതേപോലെ തന്നെയാണ് തൈരിന്റെ കാര്യം. തൈര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ സാലഡ് ഉപയോഗിക്കും, സാലഡിൽ തൈര് ഇട്ടിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ തെറ്റാണ്. അപ്പോൾ കഴിയുന്നതും പാലും തൈരും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. പിന്നെ നേരത്തെ പറഞ്ഞു വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികളിൽ നിന്നും അതുപോലെ പൾസസ്, അതായത് പയറ്, പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് പയറ്, പരിപ്പ് എന്ന് പറയുമ്പോൾ ചെറുപയർ, മമ്പയർ, അതുപോലെ കടല, മുതിര, ഗ്രീൻ പീസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുറയ്ക്കുക. അനിമൽ പ്രോട്ടീൻ്റെ അത്ര കൂടുതലായിട്ട് നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീനിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടില്ല. അപ്പോൾ വെജിറ്റബിൾ പ്രോട്ടീൻസ് പിന്നെയും പ്രോബ്ലം ഇല്ല, അനിമൽ പ്രോട്ടീൻ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണം. പക്ഷേ വെജിറ്റബിൾ പ്രോട്ടീൻ കുറച്ച് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊന്നും ഉപയോഗിക്കുന്നതിന് പ്രോബ്ലം ഇല്ല, പക്ഷെ കൂടുതലായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാം പച്ചക്കറികളും ഫ്രൂട്ട്സും നന്നായിട്ട് ഉപയോഗിക്കുക. ഒട്ടുമിക്ക ആളുകൾ, ഒരു 80% ആളുകളിലും ക്രിയാറ്റിൻ കൂടുതലായിട്ടുള്ള ആളുകൾ കാണുന്ന സമയത്ത് നമുക്കറിയാം അവർക്ക് ഡയബറ്റിസ് ഉണ്ടായിരിക്കും, പ്രമേഹം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പഴങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ആളുകൾ പഴങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാം. ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് പഴങ്ങൾ ഉപയോഗിക്കാം. പച്ചക്കറികൾ ഏത് ഉപയോഗിക്കുന്നതിനും പ്രോബ്ലം ഇല്ല. നന്നായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൽ നമ്മൾ ചീരയുടെ കാര്യം ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സോഡിയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പൊട്ടാസ്യം, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ്, ഈ 3 സാധനങ്ങളും കുറച്ച് നിർത്തണം. കിഡ്നി രോഗമുള്ള, അതായത് CKD, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ ഈ സോഡിയം, പൊട്ടാസ്യം, അതുപോലെ ഫോസ്ഫേറ്റ്, ഈ 3 സാധനങ്ങളും കുറച്ച് നിർത്തേണ്ടതാണ് നമ്മുടെ ഡയറ്റിൽ. അപ്പോൾ സോഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപ്പിന്റെ കാര്യം അറിയാം. പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ചീരയിൽ കൂടുതലായിട്ട് പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ പൊട്ടാസ്യം ലെവൽസ് കൂടുതലായിട്ട് പോകാൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. ഫോസ്ഫേറ്റ് അതേപോലെ തന്നെ നമ്മൾ നോൺ വെജിലാണ് കൂടുതലായിട്ടുള്ളത്, അതായത് മീനിലും മീറ്റിലും എല്ലാം, മാംസത്തിലും എല്ലാം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ കുറയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോസ്ഫേറ്റ്
തന്നെത്താനും കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അപ്പൊ പ്രോട്ടീനും ഈ ഫോസ്ഫേറ്റും നമുക്ക് കിട്ടുന്നത് നോൺ വെജ് ഫുഡ് എന്നുള്ളതാണ്. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ ഇത് രണ്ടും നമുക്ക് നമ്മുടെ ഡയറ്റിൽ കുറഞ്ഞു കിട്ടും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അതായത് നട്ട്സ്, അതുപോലെ നട്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ തരം നട്ട്സും, അതായത് അണ്ടിപ്പരിപ്പ്, അതുപോലെ ഈ ബദാം, പിസ്ത, നിലക്കടല എന്ന് പറഞ്ഞാൽ പീനട്ട്, അതൊക്കെ നമ്മൾ സാധാരണമായിട്ട് കഴിക്കുന്ന, എല്ലാവരും കഴിക്കുന്നതാണ്, നല്ല പ്രോട്ടീൻ സോഴ്സാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ വാൾനട്ട് അങ്ങനെയുള്ള നട്ട്സ് കഴിയുന്നതും കുറയ്ക്കുന്നതാണ് നല്ലത്. ചായയും കാപ്പിയും ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുക. ഇത്രയും കാര്യങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഹോൾ ഗ്രെയിൻസ് ആണ്, അതായത് മുഴുധാന്യങ്ങൾ. എപ്പോഴും നമ്മൾ ഏത് അസുഖത്തിനെ പറ്റി പറഞ്ഞാലും നമ്മൾ എന്ത് പറയും, ചോറ് കുറയ്ക്കണം, അരി ഭക്ഷണം കുറയ്ക്കണം എന്നുള്ളത് പറയും. പക്ഷേ ഈ ഒരു ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചോറ് സാധാരണ രീതിയിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു വില്ലനായിട്ട് നിൽക്കുക ഡയബറ്റിസ് ആണ്, പ്രമേഹമാണ്. അപ്പൊ പ്രമേഹം കൂടുതലായിട്ടില്ലാത്ത ആളുകൾക്ക് ചോറ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ശരിക്കും ക്രിയാറ്റിന്റെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും പ്രോബ്ലം ഇല്ല. പ്രോട്ടീൻ ആണ് ഏറ്റവും കുറച്ച് നിർത്തേണ്ട ഒരു മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് 3 തരം ആണ് ഉള്ളത്, കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും. അതിൻ്റെ കൂടെ വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. പക്ഷെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം, പക്ഷേ ഫാറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ്. പക്ഷെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഷുഗറിൻ്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം, വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ എന്നുള്ള ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CKD ക്രിയാറ്റിൻ മാത്രം കൂടി നിൽക്കുന്ന ഒരാൾക്ക് വെള്ളം അത്യാവശ്യം ഉപയോഗിക്കാം. പക്ഷേ ക്രോണിക് കിഡ്നി ഡിസീസ്, കിഡ്നി ഡാമേജ് വന്ന ഒരാൾക്ക് വെള്ളം കൺട്രോൾ ചെയ്ത് തന്നെ ഉപയോഗിക്കണം. അത് 1 ലിറ്റർ വെള്ളമൊക്കെ ഒരു ദിവസം ഉപയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ശരീര പ്രകൃതവും അവർ കഴിക്കുന്ന മരുന്നുകളും അവർക്ക് ശരീരത്തിലുള്ള അസുഖങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഒരു ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് കുറിച്ച് തരുന്നതിനോട് കൂടെ ഈ ഡയറ്റും വെള്ളത്തിൻ്റെ എത്ര വെള്ളം നിങ്ങൾക്ക് കുടിക്കാം എന്നുള്ളതൊക്കെ ഉപദേശിച്ചു തരുന്നത്. അപ്പോൾ അത് ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്ന് വെച്ച് വേറൊരാൾ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ അത് ശരീരത്തിന് ചിലപ്പോൾ അബദ്ധമായി മാറാം. 800 ml അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റില്ല. അപ്പോൾ ഡോക്ടറുമായിട്ടുള്ള കൺസൾട്ടേഷനിൽ കൂടെ മാത്രമേ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യാവൂ ഓരോരുത്തരും. വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിക്കുന്നതിന് പകരം 1 or 2 വായ വെള്ളം മാത്രം കുടിക്കുക. അപ്പൊ നമ്മളത് കിഡ്നിക്ക് അതിന് ലോഡ് കുറയ്ക്കുകയാണ്. പിന്നെ കൂടുതൽ വെള്ളം കുടിച്ച് പെട്ടെന്ന് കുടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കുടിക്കാൻ തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യാതെ ദാഹിക്കുമ്പോൾ ഒരു 10 or 15 മിനിറ്റ് കൂടുമ്പോൾ ഒരു സിപ്പ് വെള്ളം, ഒരു വായ വെള്ളം മാത്രം കുടിക്കുക. അങ്ങനെ കുടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ്. ഈ ഒരു ടൈമിൽ തന്നെ സാധാരണ ക്രിയാറ്റിൻ എല്ലാവർക്കും കൂടി നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യത്തിലാണ്. കുറേശ്ശായിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. അതാണ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കിഡ്നിക്ക് പ്രത്യേകിച്ചും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ളത് നോൺ വെജ് ഐറ്റംസ്, അതായത് ചുവന്ന മാംസം ആയ ബീഫ്, പോർക്ക്, മട്ടൺ, അതുപോലെ മീനും മുട്ടയും ഒഴിവാക്കുക. പാല്, തൈര് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പച്ചക്കറികൾ കഴിക്കാം, അതിൽ ഇലക്കറികൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഉപ്പിൻ്റെ അംശം നന്നായിട്ട് കുറച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ്. ചായയും കാപ്പിയും ഒഴിവാക്കുക. അതിൻ്റെ കൂടെ തന്നെ മദ്യം കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കിഡ്നി പേഷ്യൻസ് ഒരിക്കലും അത് ഒരു പോയ്സണസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ അതിനെ ഫിൽട്ടർ ചെയ്യാനും അതിനെ നമ്മുടെ ശരീരത്തിനെ ആ ഒരു മദ്യത്തിൽ നിന്ന് വിമുക്തമാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കിഡ്നിയാണ്. കിഡ്നിക്കാണ് ഇവിടെ ലോഡ് കൂട്ടുന്നത്. അപ്പോൾ കഴിയുന്നതും മദ്യം ആളുകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് പ്രധാനമായിട്ട് നല്ലത്. അതിൻ്റെ കൂടെ നട്ട്സും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുക, കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 10-15 ദിവസത്തോളം ഈ ഒരു ഡയറ്റും ഫോളോ ചെയ്യുക, കൂടെ നിങ്ങളുടെ മരുന്ന് ഉപയോഗിക്കുക. എന്നിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു ക്രിയാറ്റിനിൻ ഒന്നും കൂടി നോക്കുക. എന്നിട്ട് അതിൽ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമുക്ക് പോസിറ്റീവായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. ക്രിയാറ്റിൻ കൂടുതലുള്ള ആളുകൾ ഒരിക്കലും നിരാശയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പലരും പറയുന്ന ഇതാണ്, ഇനി എന്താ ചെയ്യുക എന്നുള്ളത് അറിയില്ല എന്നുള്ളത്. പക്ഷേ കഴിയുന്നതും മെഡിക്കേഷൻ, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പിനേഷൻസ് ഉള്ള
മരുന്നുകൾ കഴിയുന്നതും നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാരസിറ്റമോളും അതുപോലെ ആൻറ്റിബയോട്ടിക്സ് കൂടുതലായിട്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ശീലം നമ്മൾ പ്രധാനമായിട്ടും കുറയ്ക്കേണ്ടതാണ്. അതുപോലെ പെയിൻ കില്ലേഴ്സ് എല്ലാം കുറയ്ക്കേണ്ടതാണ്. സെഡേറ്റീവ്സ്, അതായത് ഉറക്ക ഗുളികകൾ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്സിൻസ് ആണ്, കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കിഡ്നിക്കാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പേടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വളരെ വൈസായിട്ട് മുന്നിലേക്ക് പോയാൽ ക്രിയാറ്റിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു.